ഹലോ ഗൈസ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ബെഡ്ഷീറ്റ് വാങ്ങിച്ചായിരുന്നേ. അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. എന്തായാലും ഈ ബെഡ്ഷീറ്റിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. എന്തായാലും ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ബെഡ്ഷീറ്റ്. ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. കിങ് സൈസ് ബെഡിൻ്റെ തന്നെ 2 ഷീറ്റ് ഞാൻ വാങ്ങിച്ചിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡിസൈനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സൈഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിന് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ്. സിംഗിൾ ബെഡ്ഷീറ്റ് ഒരെണ്ണം, പിന്നെ കിങ് സൈസിൻ്റെ 2 ബെഡ്ഷീറ്റും വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുണ്ട് പലതരം സ്മൈലീസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലും ഇതുപോലെ എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റായിട്ട് കിടന്നോളും ബെഡിൽ. ഇതാണ് മറ്റൊരു കിങ് സൈസിൻ്റെ ബെഡ്ഷീറ്റാണ് ഇത്. അപ്പോൾ ഇതിന് കിങ് സൈസിൻ്റെ 2 പില്ലോ കവറും സിംഗിൾ സൈസിൻ്റെ 1 പില്ലോ കവറുമാണ് കിട്ടുന്നത്. ഇത് ഞാൻ സാരി കവർ വേറെ വാങ്ങിച്ചതാണ് കേട്ടോ. 3 കവറുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാരി കവറാണ്. ഇതിനകത്ത് സാരിയോ ചുരിദാറോ എന്ത് വേണമെങ്കിലും നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാം. കിങ് സൈസ് ബെഡ്ഷീറ്റിന് 250 രൂപയും പിന്നെ സിംഗിൾ ബെഡ്ഷീറ്റിന് 200 രൂപയായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബെഡ്ഷീറ്റിൻ്റെ അവസ്ഥ ഇതുപോലെ ഒട്ടും ക്വാളിറ്റി ഇല്ല ഗൈസ്. ആ വലിയ ബെഡ്ഷീറ്റ് 2 ഉണ്ടല്ലോ, അത് തീരെ ക്വാളിറ്റി ഇല്ല, തീരെ കട്ടി കുറഞ്ഞായിരുന്നു. പിന്നെ ഈ ബെഡ്ഷീറ്റ് നല്ലതാണ് കേട്ടോ. സിംഗിൾ ബെഡ്ഷീറ്റ് നല്ലതായിരുന്നു, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ തീരെ വില കുറച്ചൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്.